എന്നെ കൗൺസിലിങ്ങിന് കൊണ്ടുവരാൻ എനിക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പലരും പറയാറുണ്ട്. ഒരിക്കലും മാനസിക പ്രശ്നത്തിന് പരിഹാരമായിട്ട് കൗൺസിലിംഗ് നടത്താനേ സാധിക്കില്ല. തികച്ചും നോർമലായിട്ടുള്ള ഒരാളോട് മാത്രമേ ഒരു കൗൺസിലർക്ക് സംസാരിക്കാനും കാര്യങ്ങൾ പറയാനും ഒക്കെ സാധിക്കുകയുള്ളൂ. കൗൺസിലിംഗ് എന്ന് പറയുന്നത് അവർക്ക് അഡ്വൈസസ് കൊടുത്ത് കുറേ കാര്യങ്ങൾ ഉപദേശിക്കുന്നതുമല്ല. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ അവൻ്റേതായിട്ടുള്ള ചില മേഖലകളുണ്ടാവും, അവൻ്റേതായിട്ടുള്ള ചില കുറവുകളുണ്ടാവും, ചില കുഴപ്പങ്ങളുണ്ടാവും, ചില നന്മകളുണ്ടാവും, ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവൻ ചില ട്രോമകൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അത് ഓരോരുത്തർക്കും അവരവരുടേത് മാത്രമായ കാര്യങ്ങളാണ്. അതിനെ ചൊല്ലി അവൻ ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ സഹായിക്കാൻ പറ്റുക എന്നുള്ളത് അത് കേൾക്കുന്ന ഒരാൾക്ക് സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അതിൻ്റെ പരിഹാരം അവൻ അതുവരെ ജീവിച്ച ജീവിതത്തിൽ നിന്നും അവൻ്റെ അനുഭവങ്ങളിൽ നിന്നും അവൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള മുൻകാഴ്ചകളിൽ നിന്നും ഒക്കെയാണ് ഉണ്ടായി വരുന്നത്. അതിന് സഹായിക്കുക മാത്രമാണ് കൗൺസിലിങ്ങിൽ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ക്ലാസ്സുകൾ എടുക്കുമ്പോൾ കുട്ടികളോടായാലും ആദ്യം പറയുന്നൊരു കാര്യമാണ്, കൗൺസിലിംഗ് ഒരിക്കലും നടത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമുള്ള ഒരാളാണ് എന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് പിന്മാറരുത്. ഒരിക്കലും ഇപ്പോഴും നമ്മുടെ സാമൂഹിക സ്ഥിതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളുള്ള ആളുകളെ കളിയാക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി ഇപ്പോഴും കണ്ടുവരുന്നുണ്ട്. വളരെ കഷ്ടമുള്ളൊരു കാര്യമാണത്. കാരണം മറ്റേത് രോഗത്തെ പോലെയും തന്നെ കൃത്യമായിട്ടുള്ള ചികിത്സ വേണ്ടതും അതുപോലെ തന്നെ ഫോളോ അപ്പ് വേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് മാനസിക രോഗവും. ഏതെങ്കിലും രീതിയിലുള്ള ഒരു രോഗമുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് ചികിത്സയ്ക്ക് പോകാൻ ആളുകൾ മടിക്കുന്നുണ്ടെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ റൂമിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണറുടെ അടുത്ത് പോകുന്നത് മറ്റുള്ളവർ കാണുമോ എന്നുള്ള ഭയം കൊണ്ട് ചികിത്സ എടുക്കാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ കൗൺസിലിങ്ങിൽ ആദ്യം വരുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് കാണുകയാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ അത് ഡോക്ടറുടെ അടുത്തേക്കോ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരാണ് പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത്. ചിലപ്പോൾ വീണ്ടും ഇതിന് കൗൺസിലിംഗ് ആവശ്യമാണെങ്കിൽ ഇത് രണ്ടും കൂടി ഒരേപോലെ തന്നെ കൊണ്ടുപോവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അത് കൃത്യമായി തന്നെ അവരുടെ മാനസിക ആരോഗ്യം എന്ന രീതിയിൽ തന്നെ കണ്ടെത്തി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പലപ്പോഴും ഇത് കൃത്യമായി എടുക്കുന്നത് കൊണ്ട് ഒഴിവായി പോകുന്ന ഒരുപാട് അപകടങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് പോവുകയാണ്, ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാനസിക പ്രശ്നമുണ്ടെന്ന് നമുക്ക് സംശയമുണ്ട്, അതിനെ ഒരു വിദഗ്ധൻ്റെ അടുത്ത് പോയി അതിന് കൃത്യമായുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് നമ്മുടെ ജീവനും നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ജീവനും അവരുടെ സ്വസ്ഥമായിട്ടുള്ള ജീവിതത്തിനുമൊക്കെ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ മാനസിക ആരോഗ്യത്തെക്കുറിച്ച്, മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച്, ഒരു മനോരോഗ വിദഗ്ധൻ്റെ അടുത്തേക്ക് പോകുന്നതിനെക്കുറിച്ച്, ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുന്നതിനെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ജസ്റ്റ് ഒരു ടോക്ക് തെറാപ്പി ആയിരിക്കും പലപ്പോഴും സംഭവിക്കുന്നത്. കുറച്ച് നേരം ഇരുന്നൊന്ന് സംസാരിക്കുകയുള്ളൂ, അല്ലെ കുറച്ച് നേരം ഒന്നിരുന്ന് കേൾക്കുകയേ ചെയ്യുള്ളൂ പലപ്പോഴും കൗൺസിലിങ്ങിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന ആളുകളുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ അവരുടെ അന്നേരം അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെയൊക്കെ ലോകം ഇങ്ങനെ ചുരുങ്ങി ചെറുതാവുന്നത് കൊണ്ട് തന്നെ വീടിനുള്ളിലായാലും സുഹൃത്തുക്കളോടായാലും ഒക്കെ തുറന്ന് സംസാരിക്കുന്നതിൻ്റെ ഒരു അളവുകൾ കുറയുകയും അതുകൊണ്ട് ഓരോരുത്തരും പൊട്ടിത്തെറിക്കുന്ന പ്രഷർ കുക്കറുകൾ പോലെ ഇങ്ങനെ നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ഒന്ന് തുറന്ന് സംസാരിക്കാനും ആ ഉള്ളിലുള്ള ആശങ്കകളൊക്കെ ഒന്ന് പങ്കുവെക്കാനും ഒന്നും വേണ്ട, വെറുതെ ഒന്ന് സംസാരിച്ചിരിക്കാൻ ഒരാളിനെ, അതും മുൻവിധികളോടില്ലാതെ കേൾക്കാനിരിക്കുന്ന ഒരാളിനെ തേടി നടക്കുന്നവർക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമാണ് കൗൺസിലിങ്ങും ടോക്ക് തെറാപ്പിയും ഒക്കെ. അപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടത് അവരവരുടേതായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കുക. കൗൺസിലിങ്ങിനായാലും സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുന്നതായാലും ഒക്കെ നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമുള്ള കാര്യമാണെങ്കിൽ അത് ചെയ്യുന്നതിന് തീർച്ചയായിട്ടും മാനസികമായി തന്നെ തയ്യാറെടുക്കുക. ഒരു അസുഖമുണ്ടായാൽ അതിന് മരുന്ന് കഴിക്കേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കി സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്കൊക്കെ പോകുന്നതിന് കുറച്ചുകൂടി താല്പര്യം കാണിക്കുകയും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള വിദഗ്ധ നിർദ്ദേശങ്ങൾ നേടി അത് ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം ഇങ്ങനെ പോകുന്നവരെ കാണുമ്പോൾ അവരെ കളിയാക്കുന്നതിൽ നിന്ന് നമ്മളെയൊക്കെ മാറ്റി നിർത്താൻ അവരവർ തന്നെ ശ്രമിക്കുക. കാരണം ഓരോരുത്തരുടെയും അസുഖം അല്ലെങ്കിൽ അവരുടെ ജീവിതം, അവരുടെ പ്രയാസങ്ങളൊക്കെ അവരവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഒരിക്കലും നമുക്ക് മറ്റൊരാളുടെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയാൻ കഴിയാത്തൊരവസ്ഥയാണിത്. അതുകൊണ്ട് തന്നെ അവർ വിദഗ്ധ നിർദ്ദേശത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാനൊക്കെ പോവുകയാണെങ്കിൽ അതിനവരെ പ്രോത്സാഹിപ്പിക്കേണ്ട ഉത്തരവാദിത്തം സമൂഹം എന്ന രീതിയിൽ നമുക്കുണ്ട് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു.